നമ്മളങ്ങനെ ജീവിക്കണം നമ്മളാണോ നാട്ടുകാരാണോ തീരുമാനിക്കേണ്ടത്? എന്റെ ഒരു മാഷ് കൂടിയായ ഒരു ഫ്രണ്ട് ഹോമോഫോബിയ പോസിറ്റീവ് സമയത്താണ് ഇതിന് സയൻസ് തപ്പിയാൻ പിന്നാലെ ഇറങ്ങിയത്. അച്ഛൻ കൊടുക്കുന്ന എക്സ് അല്ലെങ്കിൽ വൈ ക്രോമസോം അനുസരിച്ച് കുട്ടി പെൺകുട്ടിയോ ആൺകുട്ടിയാവാം. പക്ഷെ ഇതിന്റെ ഇടയിൽ SRY ജീൻ എന്ന് പറഞ്ഞൊരു ഫാക്ടറും കൂടിയുണ്ട്. അച്ഛൻ കൊടുക്കുന്ന വൈ ക്രോമസോമിലെ SRY ജീൻ SOX9 എന്ന് പറയുന്ന ഒരു ജീനിനെയും കൂടി കൂട്ടി പെണ്ണായി വരാൻ സാധ്യതയുള്ള മുള്ളേറിയൻ സിസ്റ്റത്തിന് അടിച്ചൊതുക്കി ആണായി വരാൻ സാധ്യതയുള്ള വൂൾഫിയൻ സിസ്റ്റത്തിന് പൊക്കിക്കൊണ്ടുവരും. അതിനെയാണ് നമ്മൾ ആൺകുട്ടി എന്ന് പറയുന്നത്. എക്സ് ക്രോമസോമിൽ സാധാരണ SRY ജീൻ ഇല്ല. അതുകൊണ്ട് FOXL2, WNT4, RSPO1 എന്നീ ജീനുകൾ വൂൾഫിയൻ സിസ്റ്റത്തിനെയും SOX9 ജീനിനെയും അടിച്ചൊതുക്കി മുള്ളേറിയൻ സിസ്റ്റത്തിനെ പൊക്കിക്കൊണ്ടുവരും. ഇതിനാണ് നമ്മൾ പെൺകുട്ടി എന്ന് പറയുന്നത്. ചിലപ്പോൾ SRY ജീൻ ഇല്ലാതെ വൈ ക്രോമസോം കൊടുക്കും. SRY ജീൻ ഇല്ലാത്തതുകൊണ്ട് മുള്ളേറിയൻ സിസ്റ്റം ഡെവലപ്പ് ആകും, കാണാൻ പെൺകുട്ടിനെ പോലെ ഉണ്ടാവും. പക്ഷേ 44+XY ആയിരിക്കും. അപൂർവമായിട്ടെങ്കിലും എക്സ് ക്രോമസോമിന്റെ കൂടെ SRY ജീൻ കയറി ചെല്ലും. SRY ജീൻ വന്നതുകൊണ്ട് തന്നെ വൂൾഫിയൻ സിസ്റ്റം ഡെവലപ്പ് ആവും, കുട്ടീനെ കാണാൻ ആൺകുട്ടിനെ പോലെ ഉണ്ടാവും. പക്ഷേ 44+XX ആയിരിക്കും. ഇവിടെ പറഞ്ഞ 4 ഉദാഹരണത്തിന് പുറമെ അമ്മേന്റെ ഗർഭപാത്രത്തിലെ ഹോർമോൺസിന്റെ അളവ്, കുട്ടീന്റെ ബ്രെയിൻ ഡെവലപ്പ് ആകുന്നത് എങ്ങനെ, ജീൻസ് ഏതൊക്കെ ഓൺ ആകുന്നു ഓഫ് ആകുന്നു എന്നതൊക്കെ അനുസരിച്ചാണ് നമ്മുടെ സെക്ഷുവാലിറ്റി രൂപപ്പെടുന്നത്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനനുസരിച്ച് നമ്മുടെ സെക്ഷൽ ഓറിയന്റേഷൻ മാറില്ല. പക്ഷേ ശരീരഭാഷ, വസ്ത്രധാരണം, പെരുമാറ്റം എന്നീ സെക്ഷൽ എക്സ്പ്രഷൻ മാറാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് താടി വരുന്നത്, മീശ വരുന്നത്, ശരീരത്തിന്റെ നിറം തീരുമാനിക്കുന്നതൊക്കെ ഇതേപോലെ ജെനറ്റിക്സും ഹോർമോൺസും കൂടി ചേർന്നിട്ടാണ്. ആണെന്നും പെണ്ണെന്നും 2 കോളത്തിൽ ഉൾപ്പെടുത്താൻ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന്മാരടക്കം ഒരുപാട് ജീവികൾ ഈ കോളത്തിന്റെ പുറത്ത് നിൽക്കേണ്ടതായിട്ട് വരും. അവരർഹിക്കുന്ന സമത്വം നമ്മൾ കൊടുക്കാത്തത് കൊണ്ടാണ് സമയം നഷ്ടപ്പെടുത്തി അവർക്ക് തെരുവിലേക്ക് സമരത്തിനായിട്ട് ഇറങ്ങേണ്ടതായിട്ട് വരുന്നത്.